ഇന്നത്തെ പരിപാടി നമ്മൾ നമ്മുടെ ഭാരത് ബെൻസ് ഗ്ലൈഡർ ഗ്രാഫിക്സ് അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടി കുറച്ച് ദിവസമായിട്ട് ഗാരേജിൽ കിടക്കുമായിരുന്നു. അത് നമ്മളിപ്പോൾ എടുത്ത് ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം പൊടിയൊക്കെ ആയിരുന്നു. ഞാൻ വണ്ടി കാണിച്ചു തരാം. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഗ്രാഫിക്സ് അടിച്ചു കഴിഞ്ഞിട്ടുള്ളത് അടുത്ത പാർട്ടിലാണ് ഞാൻ കാണിക്കുന്നത് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വണ്ടി ഗാരേജിൽ കൊണ്ടിടുന്ന വരെയുള്ള വീഡിയോയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി നോക്കാം ഗൈസ്. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി. അടിപൊളി സെയിം വണ്ടി ഗൈസ്. ഇവനെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തുകൊണ്ട് വന്നതാണ്. അധികം കിലോമീറ്റർ ഒന്നും ഓടിയില്ല, ഒരു 500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഒരു 1000 കിലോമീറ്ററൊക്കെ ആയി കാണുകയുള്ളൂ, അതിൽ കൂടുതൽ പോയിട്ടില്ല. പിന്നെ വണ്ടി കംപ്ലീറ്റ് വെള്ളയാണ്. നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ വെള്ളയാക്കിയിട്ടതാണ്. ചെളിയൊക്കെ ആയിരുന്നു, കഴുകിക്കൊണ്ട് വന്നു. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത്തും ഉണ്ട്, അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഗ്ലൈഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിക്സൽ നെയിം ബോർഡ് വെക്കാൻ പറ്റത്തില്ല. എഡിഷൻ നെയിം കൊടുക്കാം, അതിന് കുഴപ്പമില്ല. ഗ്രാഫിക്സും ചെയ്യാം, പക്ഷേ പിക്സൽ നെയിം ബോർഡ് വെക്കാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഏതായാലും ഇവനെ എടുത്തുകൊണ്ട് നമ്മുടെ ശശികണ്ഠൻ്റെ ഗാരേജിൽ പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഗാരേജ് വരുന്നത്. നമ്മുടെ ഹാക്കറിന് പിക്സൽ നെയിം ബോർഡ് വെച്ച ഗാരേജിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോണത്. നമ്മുടെ വണ്ടി പേര് നമ്മളൊന്ന് മാറ്റുന്നുണ്ട്. ഹിപ്സ്റ്റർ എന്നുള്ള പേര് മാറ്റി നമ്മൾ വേറൊരു പേര് റെഡിയാക്കുന്നതായിരിക്കും. നമുക്ക് ഏതായാലും ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കാം ഗൈസ്. നമ്മുടെ ഭാരത് ബെൻസിൻ്റെ സൗണ്ട് ഏതായാലും ഞാൻ കേൾപ്പിച്ച് തരാം. ഞാൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഭാരത് ബെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭീകര ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരും റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഏതായാലും നമുക്കങ്ങ് എടുക്കാൻ വയ്യ. നമ്മുടെ വണ്ടി ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള സൗണ്ടൊന്നും അകത്തോട്ട് വരികയില്ല. ഓക്കെ, നമ്മുടെ ഗാരേജ് അടുത്ത് തന്നെയാണ്. നമുക്കേതായാലും നമ്മുടെ വണ്ടി ടേൺ അടിച്ചങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ, വളച്ചൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇവിടുന്ന് ഒരു ഒറ്റ റോഡാണ്, നമുക്ക് പറപ്പിച്ച് പോകാം ഗൈസ്. നമ്മുടെ വണ്ടിക്ക് ഏതായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്പീഡ് എടുക്കാൻ പറ്റും, പക്ഷെ നമ്മളിച്ചിരി സ്പീഡ് കുറച്ചാണ് പോണത്. എല്ലായിടത്തും കൊണ്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് അടിക്കും, പിന്നെ നമ്മൾ റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമ്മളിന്ന് ചെറുതായിട്ട് തേച്ചിട്ടുണ്ട്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വഴി ഒന്ന് മാറിപ്പോയി. ഇനി വന്ന വഴി മുഴുവൻ തിരിച്ചു പോകണം. നമ്മൾ റൈറ്റ് എടുത്തോടത്തു നിന്നാണ് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകേണ്ടായിരുന്നത്. അയ്യോ, ഇനി ഇവിടെ ഇട്ട് തിരിക്കണമല്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഇവനെ ഒന്ന് തിരിക്കാം ഗൈസ്. എൻ്റെ ദൈവമേ, ഇവനെ തിരിക്കണമെങ്കിൽ അയ്യോ നല്ല ടാസ്ക്കാണ്. സൈഡ് ഇടിക്കാൻ സാധ്യത അതിൻ്റെ അമ്മോ. ഓക്കെ, ഫ്രണ്ടോട്ട് എടുത്ത് നമുക്ക് തിരിക്കാം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഓക്കെ, പോട്ടെ. നേരെ തിരിച്ച്. ഇനി ഒരൊറ്റ തിരിയും കൂടി മതി, തിരിഞ്ഞോളൂ. ഓക്കെ, റിവേഴ്സ് പോട്ടെ. സൈഡ് ഇടിച്ചു. സാരില്ല, ഹെൽത്ത് പോയിട്ടില്ല, പെയിൻറ്റ് മാത്രമേ പോയുള്ളൂ. ഓക്കെ, ഇപ്പോൾ തട്ടിയാനെ. അപ്പം നമ്മളേതായാലും തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വന്ന വഴി മുഴുവൻ തിരിച്ചു പോകണമല്ലോ. ഈ ഗൂഗിൾ മാപ്പ് ഉടായിപ്പാണ് ഗൈസ്. നമ്മൾ ഒരു സൈഡിലോട്ട് പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വളച്ചൊടിച്ചൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്കേതായാലും നേരെ പോവാം. അപ്പം നമ്മളൊരു 2-3 കിലോമീറ്റർ എക്സ്ട്രാ ഓടി, കുഴപ്പമില്ല, പോട്ടെ. അതായാലും ഇവിടെ നിന്നൊക്കെ ചെറിയൊരു ഇടിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല, പോയേക്കാം. അവിടെയൊക്കെ നമ്മൾ പറപ്പിച്ച് പോകും ഗൈസ്. ഈ ജംഗ്ഷനിൽ വെച്ച് ഇടയ്ക്കൊക്കെ ഓരോ ഇടിയൊക്കെ കിട്ടാറുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പിനൊക്കെ പോകാൻ നേരത്ത്. ട്രിപ്പിനൊക്കെ നമ്മൾ ഈ സ്ഥലം വഴിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അന്നേരം ഒന്നും ഗാരേജിൽ കയറാൻ സമയം കിട്ടാത്ത കാരണം നമ്മളതൊന്നും നോക്കാറില്ല. നമ്മുടെ ഗാരേജ് ഏകദേശം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ഹാക്കറിന് പിക്സൽ നെയിം ബോർഡ് അടിച്ചത്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് തന്നെ വണ്ടി ഓടിച്ച് കയറ്റാം. പോട്ടെ, ഇൻഡിക്കേറ്റർ ഇട്ടേക്കാം ഗൈസ്, അല്ലെങ്കിൽ പുറകെ വന്നവൻ ഓടിച്ച് കയറ്റും മേത്തേ കൂടി. ഓക്കെ, തിരിയട്ടെ. ഇങ്ങനൊരു ഗ്യാരേജിൻ്റെ പേരും മാറ്റി അതിൻ്റെ ഇടയ്ക്ക്. അപ്പം നമുക്ക് ഇവനെ ഇങ്ങോട്ട് അകത്തോട്ട് പാർക്ക് ചെയ്യാം. ഇന്ന് വണ്ടിയൊന്നും ഇല്ലല്ലോ. പുള്ളി ഭയങ്കര ഫാസ്റ്റാണ്. വണ്ടിയൊക്കെ അപ്പോൾ പണി കഴിഞ്ഞങ്ങ് പോവാണ്.
അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ വണ്ടി ഇവിടെ ഇടാം. ഓക്കെ, നമ്മുടെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഗ്രാഫിക്സ് അടിച്ചിട്ടുള്ള അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്. ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ, പുള്ളി വന്നെല്ലാം സെറ്റ് ചെയ്തോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത പാർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ.